എൻ്റെ പേര് മേഗി, വീട് കുമ്പളങ്ങാട്. ഞാൻ ഇവിടെ വിശുദ്ധ യൂദാശ്ലീഹയെക്കുറിച്ചാണ് പറയുന്നത്. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ തിരുസഭയിൽ വണങ്ങപ്പെടുന്ന വിശുദ്ധ യൂദാ തദ്ദേവോസ് യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു. പുരാതന പാലസ്തീനയിലെ ഗലീലയിൽ പാനിയോസ് പട്ടണത്തിലെ ഒരു യഹൂദ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. പിൽക്കാലത്ത് റോമക്കാർ പുതുക്കിപ്പണിത് ഓസ്രിയ ഫിലിപ്പി എന്ന ഈ പ്രദേശത്തിൻ്റെ പേര് നൽകി. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ക്ലോയോഫാസും യേശുവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ സഹോദരിയായ മേരിയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ. ഇക്കാരണത്തിലാണ് വിശുദ്ധ യൂദാ തദ്ദേവോസ് യേശുവിൻ്റെ സഹോദരനാണെന്ന് സുവിശേഷങ്ങൾ പറയുന്നത്. ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിലുള്ള തീക്ഷ്ണമായ സ്നേഹവും മൂലം യൂദായുടെ പിതാവായ ക്ലോയോസാഫിനെ ശത്രുക്കൾ വധിച്ചു എന്നാണ് പാരമ്പര്യം. അദ്ദേഹത്തിൻ്റെ ഭക്തയായ അമ്മ മേരിയുടെ മരണശേഷം അവളുടെ മധ്യശക്തിയാൽ അത്ഭുതങ്ങൾ നടന്നിരുന്നതായും പാരമ്പര്യങ്ങൾ സൂചിപ്പിക്കുന്നു. ഗ്രീക്ക്, അറമീയ ഭാഷകൾ സംസാരിച്ചിരുന്ന ഒരു കർഷകനായിരുന്നു യൂദാ എന്ന വാക്കിന് സന്തോഷം നൽകുന്നവൻ എന്നാണ് അർത്ഥം. തദ്ദിവോസ് എന്നാൽ ഉദാരമതി, കരുണയുള്ളവൻ എന്നൊക്കെയും. മെസൊപ്പൊട്ടേമിയ, ലിബിയ, തുർക്കി, പേർഷ്യ, സിറിയ, യൂദയ, സമരിയ, ഇദുമയ എന്നീ രാജ്യങ്ങളിൽ വിശുദ്ധ ശിമയോനോടൊപ്പം യൂദാ സുവിശേഷം പ്രസംഗിക്കുകയും അനേകരെ മനസാന്തരപ്പെടുത്തി ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് നയിക്കുകയും ചെയ്തു. അർമേനിയയിലെയും ബെറോട്ടണിലെയും സുവിശേഷം പ്രചരിപ്പിക്കുന്നതിൽ അദ്ദേഹം ഗണ്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. AD 37 യൂദാ മെസൊപ്പൊട്ടേമിയയിൽ വിശുദ്ധ തോമാശ്ലീഹ സ്ഥാപിച്ച പരിശുദ്ധ സഭയിൽ നേതൃസ്ഥാനത്തെത്തി. AD 60 മതപീഡനം നേരിട്ടിരുന്ന പരിശുദ്ധ സഭകളിൽ യൂദാ ഒരു ലേഖനം എഴുതി. പ്രതിസന്ധികൾ സഹനങ്ങളിലും ദൈവസ്നേഹത്തിൽ ഉറച്ചു നിൽക്കാൻ അവരെ ഉദ്ബോധിച്ചു. സുവിശേഷ പ്രചാരണത്തിൽ സഹായിയായിരുന്ന തീക്ഷ്ണമതി എന്ന് അറിയപ്പെട്ടിരുന്നു. ശിമയോനോടൊപ്പം AD 65 ലെബനനിലെ ബെറോട്ടിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പ്രതീകമായി കൊടുത്തിരിക്കുന്ന മഴു ഈ രക്തസാക്ഷ്യത്തെ സൂചിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം റോമിൽ കൊണ്ടുവന്നത് വിശുദ്ധ പത്രോസിൻ്റെ ബലിസഖ്യയിൽ സംസ്കരിച്ച് പ്രത്യാശയേറ്റ ജീവിതാനുഭവങ്ങളിൽ വിശ്വാസികൾ അവിടുത്തെ മാധ്യസ്ഥം തേടുന്നു. അതിനാൽ അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥൻ എന്ന വിശുദ്ധ യൂദാ അറിയപ്പെടുന്നു. വിശുദ്ധ യൂദാശ്ലീഹയുടെ ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ശിരസിൽ ഒരു നാളവും അതേ പ്രകാശവും വലയം നാം കാണുന്നു. പന്തികൊസ്താ ദിനത്തിൽ സിഹിയോൻ ഊട്ടുശാലയിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച യൂദായുടെ സാന്നിധ്യത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവ് തിരുസഭയിൽ മഹത്തായ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതുപോലെ അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥനായി ആശാകാരന്മാർക്കായി അനേക അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മധ്യശക്തി ഇത് അർത്ഥമാക്കുന്നു. കയ്യിൽ ഒരു ചുരുളോ പുസ്തകമോ പിടിച്ചിരിക്കുന്നു. ചിത്രങ്ങളും നിലവിലുണ്ട്. യേശുവിൻ്റെ ചിത്രം തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു. യൂദാശ്ലീഹയുടെ പടം വളരെ സാധാരണമാണ്. ഇപ്പോഴത്തെ തെക്കും കിഴക്കൻ തുർക്കിയായ ഏദോസയിലെ അക്ബർ രാജാവ് തൻ്റെ കുഷ്ഠരോഗം സുഖപ്പെടുത്തുമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് യേശുവിന് ഒരു കത്തെഴുതുകയും സുരക്ഷിതമായി വസിക്കാൻ തൻ്റെ ജന്മനഗരം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഹന്ന എന്ന കാര്യസ്ഥനെ യേശുവിൻ്റെ അടുത്തേക്ക് അയക്കുകയും ചെയ്തു. രാജാവിൻ്റെ ആഴമേറിയ വിശ്വാസം മൂലം യേശു തൻ്റെ തിരുമുഖച്ഛായ ഒരു തുണിയിൽ പതിപ്പിച്ച് രാജാവിന് നൽകാൻ കാര്യസ്ഥനെ ഏൽപ്പിച്ചു. രാജാവ് ഈ തിരുവസ്ത്രം വളരെ പൂജ്യമായി കൊട്ടാരത്തിൽ പ്രതിഷ്ഠിച്ചു. ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം വിശുദ്ധ തോമാശ്ലീഹ യൂദായെ രാജാവിൻ്റെ അടുത്തേക്ക് അയച്ചു. രാജാവ് സൗഖ്യം പ്രാപിക്കുകയും പ്രജകളോടൊപ്പം ക്രിസ്തു വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു. യേശുവിനെ ഒറ്റിക്കൊടുത്ത ശിഷ്യനായ യൂദാ സക്രിയയായ തെറ്റിദ്ധരിക്കപ്പെടുകയാൽ കഴിഞ്ഞ കാലങ്ങളിൽ വളരെ പേർ അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം അവഗണിക്കപ്പെടുത്താനായി. അതിനാൽ വിസ്മരിക്കപ്പെട്ട വിശുദ്ധ എന്ന യൂദാ അറിയപ്പെടുന്നു. വിശുദ്ധ യൂദായിലുള്ള ഭക്തി 1800 ആണ്ടിൽ ഇറ്റലി, സ്പെയിൻ എന്നിവിടങ്ങളിൽ
ആരംഭിച്ച് തെക്ക് അമേരിക്കയിലേക്ക് വ്യാപിച്ചു. 1920 അമേരിക്കൻ ഐക്യനാടുകളിലും വിശുദ്ധനോടുള്ള ഭക്തി പ്രചരിച്ചു. രണ്ടാം ലോകമഹായുദ്ധത്തിൽ കെടുതികളാൽ ഹൃദയം തകർന്ന യൂറോപ്യൻ കുടിയേറ്റവർക്ക് വിശുദ്ധ യൂദായിലുള്ള നൊവേനയും യാചനകളും ഏറെ സഹായകമായി. മധ്യശക്തത്തിൽ ജീവിച്ചിരുന്ന ഫ്രാൻസിലെ ക്ലോയേഴ്സിലെ വിശുദ്ധ ബെർണാർഡ് യൂദാശ്ലീഹയുടെ അതീവ ഭക്തനായിരുന്നു. സ്വീഡനിലെ വിശുദ്ധ ബ്രിജത്തിനും വിശുദ്ധ യൂദായോട് തീക്ഷ്ണമായ ഭക്തിയുണ്ടായിരുന്നു. വിശ്വാസത്തോടും ആത്മധൈര്യത്തോടും കൂടി യൂദയെ വിളിച്ചപേക്ഷിക്കാൻ ഈശോ ദ്യോതിപ്പിക്കുന്നു. ഒരു ദർശനം അവർക്കുണ്ടായി. തദ്ദിയോസ് എന്ന പേരിന്റെ അർത്ഥം സ്നേഹമുള്ളവൻ എന്നും തദ്ദിയോസ് എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ ശ്ലീഹായുടെ മാധ്യസ്ഥം തേടുന്നവരെ ശ്ലീഹ സഹായിക്കുമെന്നും യേശു അവർക്ക് ഉറപ്പു നൽകി. അപ്പോസ്തലന്മാരായ യൂദയും ബറോലോമയുമാണ് അർമേനിയയിൽ ആദ്യമായി ക്രിസ്തു വിശ്വാസം എത്തിച്ചത്. എന്നതിനാൽ അർമേനിയൻ സഭയുടെ മാധ്യസ്ഥ വിശുദ്ധരായി ഇവർ വണങ്ങപ്പെടുന്നു. മനുഷ്യവംശത്തിന് സങ്കല്പിക്കാനാവാത്ത നേട്ടങ്ങൾക്ക് നടുവിലും ഒട്ടേറെ പ്രതിസന്ധികളും വെല്ലുവിളികളും മനുഷ്യൻ നേരിടേണ്ടി വരുന്നു. മനുഷ്യന് ശാശ്വതമായ സമാധാനവും യഥാർത്ഥമായ സന്തോഷവും ആശ്വാസവും നൽകാൻ ശാസ്ത്രീയ സംഗീത നേട്ടങ്ങളാവില്ല. ജീവിത യഥാർത്ഥങ്ങൾക്ക് മുന്നിൽ നിസ്സഹായരായ ഒറ്റപ്പെട്ടവരും മധ്യസ്ഥനായി വിശുദ്ധ യൂദാശ്ലീഹയിലേക്ക് തിരിയുന്നു. അവിടുന്ന് അവർക്കായി മാധ്യസ്ഥം വഹിക്കുന്നു. കത്തോലിക്ക സഭ ഒക്ടോബർ 28 വിശുദ്ധ യൂദാ തദ്ദിയോസിന്റെ തിരുനാളായി ആഘോഷിക്കുന്നു. നമുക്ക് വിശ്വാസത്തോടും പ്രത്യാശയോടും ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം യാചിക്കാം. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.